നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ച് പുടിന്റെ കീഴിൽ ചെമ്പട ഒരുങ്ങുന്നു. ട്രംപിനെ പത്മവ്യൂഹത്തിലാക്കി റഷ്യയും ചൈനയും. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയൊക്കെ ചവിട്ടിമെതിച്ച് റഷ്യക്കായിട്ട് ചൈന വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഒപ്പം ലോകം കാണാത്ത വൻ സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണ് റഷ്യയും ചൈനയും. 2025 ഓഗസ്റ്റിൽ റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് പുറപ്പെടുവിച്ച ഒരു ആഭ്യന്തര ഉത്തരവുണ്ടായിരുന്നു. ആ ആഭ്യന്തര ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യൻ സൈനിക പ്രതിനിധി സംഘം അന്ന് ചൈനയിലേക്ക് യാത്ര തിരിച്ചത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനിക കേന്ദ്രങ്ങളിൽ അന്ന് പുതിയ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അവിടുത്തെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ, പരിശീലനങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ ചെമ്പട അവിടെ രൂപപ്പെടുകയായിരുന്നു. ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ, അത്തരത്തിലൊരു സാമ്രാജ്യത്വ ശക്തികളെ ഒതുക്കുവാൻ, അമേരിക്കയെ പോലുള്ള സാമ്രാജ്യ ശക്തികളെ അടിച്ചമർത്തുവാൻ ഒരുങ്ങുന്ന ഒരു പുതിയ കൂട്ടുകെട്ടിന് രൂപം കൊള്ളുകയായിരുന്നു. ആ ചെമ്പടയുടെ ലക്ഷ്യം ട്രംപിനെ പത്മവ്യൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ട്രംപിനെ പത്മവ്യൂഹത്തിലാക്കുവാൻ റഷ്യയുടെയും ചൈനയുടെയും ചാരന്മാർ രംഗത്തെത്തുകയും ചെയ്തു. ഒരു ഭാഗത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ചൈന, മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന തങ്ങളുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള റഷ്യയെ ഏത് വില കൊടുത്തും രക്ഷിക്കുവാൻ കളം പിടിക്കുന്ന ചൈന. അങ്ങനെ ഏത് ആപത്ഘട്ടത്തിലും എന്ത് വില കൊടുത്തും ചൈന തങ്ങളുടെ സുഹൃത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിപ്പോൾ പുറത്തു വരുമ്പോൾ ലോകം തന്നെ സാക്ഷിയാകും. 2022 യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ചൈന അച്ചുതണ്ട് ശക്തമാകുന്ന ഒരു കാഴ്ച, അതൊരു പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകൾക്ക് അടിവരയിടുന്നതാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നതിൽ തർക്കമില്ല. ലോകത്തിന് മുന്നിൽ നിഷ്പക്ഷത നടിക്കുമ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ റഷ്യൻ സൈനികർക്കായിട്ട് ചൈന ഒരുക്കിയ ആ രഹസ്യ അജണ്ട എന്തായിരുന്നു എന്നുള്ള ചോദ്യം ലോകം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വെറുമൊരു നയതന്ത്ര പിന്തുണയ്ക്കപ്പുറം ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുവാൻ പോകുന്ന അതീവ രഹസ്യമായിട്ടുള്ള ചില നീക്കങ്ങൾ അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് റഷ്യയും ചൈനയും തമ്മിൽ അത്തരത്തിലൊരു ഏർപ്പാട് നടന്നു എന്നതാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് വ്യക്തിപരമായിട്ടുള്ള അനുമതി നൽകിയ ചൈനയിലെ ആ രഹസ്യ സൈനിക പരിശീലനത്തിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? കർട്ടന് പിന്നിൽ നടന്ന ആ വൻ നീക്കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് എന്നാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചത്. ചൈന ഔദ്യോഗികമായിട്ട് യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിക്കുന്നുവെന്നും സമാധാന ചർച്ചകൾക്ക് പിന്തുണ നൽകുന്നുവെന്നും ആവർത്തിച്ചു പറയുന്നുണ്ട് എങ്കിലും റഷ്യയുമായി ചൈന നടത്തുന്ന സൈനിക സഹകരണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഏറെക്കാലമായിട്ട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചൈന നേരിട്ട് ആയുധങ്ങൾ നൽകുന്നില്ലെങ്കിലും പരിശീലനം, സാങ്കേതിക സഹകരണം, പ്രതിരോധ മേഖലയിലെ ഇടപെടലുകൾ എന്നിവയിലൂടെ റഷ്യക്ക് പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു കേൾക്കുന്നത്. ഇവിടെ റോയിട്ടേഴ്സ് അടക്കമുള്ളവർ കണ്ടതായി പറയുന്ന രഹസ്യ റഷ്യൻ രേഖകൾ പ്രകാരം 2025 ഓഗസ്റ്റിൽ റഷ്യൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ആൻഡ്രി ബെലോസോവ് പുറപ്പെടുവിച്ച ആഭ്യന്തര ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യൻ സൈനിക പ്രതിനിധി സംഘം അന്ന് ചൈനയിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനിക കേന്ദ്രങ്ങളിലാണ് ഈ പരിശീലനങ്ങളെല്ലാം സംഘടിപ്പിച്ചത്. സാധാരണ സൈനിക അഭ്യാസങ്ങൾക്കപ്പുറം അതീവ സങ്കീർണവും തന്ത്രപ്രധാനവുമായിട്ടുള്ള മേഖലകളിലാണ് പരിശീലനം നടന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഈ റേഡിയോളജിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ യുദ്ധരീതികളുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആശങ്ക ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിശീലനങ്ങൾ ചൈനയിൽ റഷ്യയ്ക്ക് വേണ്ടി നടത്തി എന്നാണ് പറയപ്പെടുന്നത്. 2025 നവംബറിൽ ബീജിംഗിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ 3 ആഴ്ച നീണ്ടുനിന്ന പരിശീലന പരിപാടി നടന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലോകം ആശങ്കയിലാകുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം അതിശയപ്പെട്ടു. റേഡിയേഷൻ നിരീക്ഷണം, രാസമാലിന്യങ്ങളുടെ കണ്ടെത്തൽ, ജൈവ രാസ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം, മാനവ സൗകര്യങ്ങളുടെ സുരക്ഷ, മലിനീകരണത്തിൽ നിന്ന് വെന്റിലേഷൻ സംവിധാനങ്ങളെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളാണ് റഷ്യൻ സൈനികരെ ചൈനീസ് ഇൻസ്ട്രക്ടർമാർ പഠിപ്പിച്ചതെന്നാണ് അവിടുത്തെ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോയിട്ടേഴ്സ് പരിശോധിച്ച രേഖകളിൽ ചൈനീസ് പരിശീലകർ റഷ്യൻ സൈനികർക്ക് ക്ലാസുകൾ നൽകുന്നതും മാതൃക ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ച് പരിശീലനം നടത്തുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ആണവ, രാസ, ജൈവ യുദ്ധ സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള പരിശീലനം, സാധാരണ സൈനിക സഹകരണങ്ങൾ അപൂർവമാണ് എന്നും ഇത്തരം വിഷയങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും യൂറോപ്യൻ സുരക്ഷാ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുമ്പോഴാണ് റഷ്യ, ചൈന ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നത് എന്നതാണ്. അപ്പോൾ ഈ പരിശീലന പരിപാടി നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കെടുത്തതും ശ്രദ്ധേയമാണ്. റഷ്യൻ കരസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് കേണൽ ജനറൽ റുസ്തം മുറാഡോവയാണ് റഷ്യൻ സംഘത്തെ നയിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അതേസമയം പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ റേഡിയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡിഫൻസ് അക്കാദമിയുടെ മേധാവിയായിട്ടുള്ള
മേജർ ജനറൽ ലീ ജിൻസൺ പരിശീലന പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ റഷ്യൻ മേജർ ജനറൽ വിറ്റാലി ജെറാസിമോവും പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ രേഖകൾ നൽകുന്ന സൂചനകളാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ ചൈന ശക്തമായിട്ട് നിഷേധിക്കുകയാണ്. ഉക്രൈൻ പ്രതിസന്ധിയിൽ ചൈനയുടെ നിലപാട് എല്ലായ്പ്പോഴും സ്ഥിരതയുള്ളതാണ് എന്നും റിപ്പോർട്ടിലുള്ള ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമാണ് എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു കഴിഞ്ഞു. അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും ചൈനീസ് പ്രതിരോധ മന്ത്രാലയവും ഈ റിപ്പോർട്ടുകളെ കുറിച്ച് ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള മറുപടിയുമോ പ്രതികരണമോ നൽകിയിട്ടില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു കഴിഞ്ഞിരിക്കുന്നു. റഷ്യയെ യൂറോപ്പിന്റെ പ്രധാന സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായിട്ടുള്ള സൈനിക സഹകരണം വർദ്ധിക്കുന്നത് ബ്രസൽസിനെ ആശങ്കപ്പെടുത്തുകയാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും യൂറോപ്യൻ യൂണിയന്റെ പ്രധാന വ്യാപാര പങ്കാളിയുമായിട്ടുള്ള ചൈനയുമായിട്ട് സാമ്പത്തിക ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും സുരക്ഷാ ആശങ്കകളും തമ്മിൽ എങ്ങനെ സന്തുലനം കണ്ടെത്താം എന്നതാണ് യൂറോപ്യൻ നേതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളും റഷ്യയുടെ യുദ്ധത്തിന് പിന്നിലെ നിർണായകമായിട്ടുള്ള സഹായി ചൈനയാണെന്നുള്ള വിദേശ നയ മേധാവിയായിട്ടുള്ള കാജ കല്ലാസിന്റെ പരസ്യ പ്രസ്താവനയും ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. അതായത് റഷ്യ ചൈന ബന്ധം ഒരു സാമ്പത്തിക സഹകരണത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന യാഥാർത്ഥ്യം. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങളെയും മുന്നറിയിപ്പുകളെയും പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ അട്ടിമറിക്കുവാൻ പോകുന്ന ഒരു സൈനിക ഭൗമ രാഷ്ട്രീയ കൂട്ടുകെട്ടായിട്ട് ഇത് അതിവേഗം പരിണമിക്കുകയാണ്. റഷ്യയുടെ പക്കലുള്ള വൻ സൈനിക അധികാരവും ചൈനയുടെ അജേയമായിട്ടുള്ള സാമ്പത്തിക സാങ്കേതിക കരുത്തും ഒന്നിക്കുമ്പോൾ അത് പുതിയൊരു ശീതയുദ്ധത്തിലേക്ക് ലോകത്തിനെ നയിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതോ പാശ്ചാത്യ മേധാവിത്വത്തിന് അന്ത്യം കുറിക്കുന്ന പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണോ ഇത് എന്നുള്ളത്? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു ചെമ്പട ഒരുങ്ങുന്നുണ്ട് ഇവിടെ എന്നുള്ളത്. വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര നീക്കങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അത് നൽകും, അല്ലെങ്കിൽ ഒരു ഉത്തരം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അവിടെ ലോകത്തെ ഞെട്ടിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെയും നേതൃത്വത്തിൽ ഒരു ചെമ്പട തയ്യാറെടുക്കുകയാണ്, രൂപപ്പെടുകയാണ്. ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളെ അടിച്ചമർത്തുവാൻ ഒരുങ്ങുന്ന ഒരു പുതിയ കൂട്ടുകെട്ടിന്റെ ഉദയമാണത്. അതായത് ട്രംപിനെ പോലുള്ള സാമ്രാജ്യത്വ ശക്തികളെ പത്മവ്യൂഹത്തിൽ തന്നെ തളച്ചിടുക, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ തലയിറക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള റഷ്യയുടെയും ചൈനയുടെയും വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. ഈ റഷ്യയുടെയും ചൈനയുടെയും ചാരന്മാർ രംഗത്തെത്തി അവിടെ ഒരു ചെമ്പടയുടെ സാധ്യത ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ മറ്റിടങ്ങളിലുള്ളവർ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെല്ലാം ആശങ്കയിലാകുന്നത് റഷ്യ ചൈന ബന്ധം ഒന്നുകൂടി മുറുകി പിടിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിനുള്ളിലേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കടന്നുവരവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവ ആശങ്കയിലാകുന്നത് ഇനിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ, ആണവ ജൈവ രാസ യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ യൂറോപ്യൻ യൂണിയനെ തകർത്തെറിയുവാൻ അമേരിക്കയെ പോലുള്ള സാമ്രാജ്യത്വ ശക്തികളെ ചാരമാക്കുവാൻ കഴിയുന്ന കരുത്തും കരവിരുതും ചൈനയ്ക്കും റഷ്യയ്ക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഒരുങ്ങുകയാണ് ചെമ്പട അങ്ങ് ചൈനയിൽ.